പാർലമെന്റിൽ വൻ ബഹളം. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ തകർക്കുന്ന വിദേശ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന ബിജെപി അംഗത്തിന്റെ പരാമർശത്തിലാണ് പ്രതിഷേധം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. माननीय प्रधानमंत्री जी ने बचाया। जैसे ही ये वैक्सीन का मामला आएगा ब्राजील ने हमको दिया, उसी तरह से सागरिका को और बार-बार आली ഈ ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് എന്തൊക്കെ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായത്? അതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം, പ്രതിഷേധം എങ്ങനെ? ദ്വേഷ രാജ്യസഭയിലും ലോക്സഭയിലും ഒരേ രീതിയിലുള്ള ഒരു പ്രതിപക്ഷത്തിനെതിരെയുള്ള ആക്രമണമാണ് ഇന്ന് BJP അഴിച്ചുവിട്ടത്. രാജ്യസഭയിൽ സുധാൻഷു ത്രിവേദിയും അതോടൊപ്പം ലോക്സഭയിൽ നിഷികാന്ത് ദുബെയുമാണ് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. സർക്കാരിനെ തകർക്കാൻ വിദേശ ശക്തികളുമായി കൈകോർത്താണ് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും പ്രവർത്തിക്കുന്നതെന്നുള്ള ആരോപണമാണ് ഇരു സഭകളിലും ഇന്ന് ഭരണപക്ഷം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇത്തരം ശക്തികളുമായി ബന്ധമുണ്ട്. പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോകുമ്പോൾ ഇത്തരം ശക്തികളുമായി കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ പണം സ്വീകരിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇന്ന് നിഷികാന്ത് ദുബെ, സുധാൻഷു ത്രിവേദിയും രാജ്യസഭയിൽ ഉന്നയിച്ചത്. സോറസ് പോലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി വളരെ അടുത്ത ബന്ധമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുലർത്തുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. OCCRP എന്ന് പറയുന്ന ഒരു ഇന്ത്യ വിരുദ്ധ സംഘടന പുറത്തുവിടുന്ന വാർത്തകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നു തുടങ്ങിയ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് BJP ഉന്നയിച്ചിരിക്കുന്നത്. ഇരു സഭകളിലും ഇതോടെ തന്നെ കോൺഗ്രസ് പ്രതിഷേധവുമായി എഴുതിക്കുകയും നടുത്തളത്തിൽ ഇറങ്ങുകയും ചെയ്തു. സഭ രണ്ടിടത്ത് നിർത്തിവെക്കുകയായിരുന്നു. 12 മണിവരെ രാജ്യസഭയും ഇപ്പോൾ 2 മണിവരെ ലോക്സഭയും നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഈ ആരോപണത്തെ ശക്തമായി ഖണ്ഡിക്കുകയും ചെയ്തു. സമ്പൽ വിഷയം ഉന്നയിക്കാനിരിക്കെയാണ് പെട്ടെന്ന് സ്പീക്കർ നിഷികാന്ത് ദുബെ ഈ ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചത്. ശരി, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ തുടർന്നുള്ള പ്രതിഷേധ ബഹളങ്ങളാണ് നമ്മൾ കണ്ടത്. പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.